എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ക്രൂഷ്യലായ മാർക്കറ്റ് തന്നെയായിരുന്നു. മോർണിംഗ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നേരെ താഴത്തേക്ക് വന്നിട്ടൊരു വി ഷേപ്പ് റിക്കവറി നടത്തിയതിന് ശേഷം വീണ്ടും അതേ വേഗതയിൽ തന്നെ താഴത്തേക്ക് വന്നു. മാർക്കറ്റ് ഇത്തരത്തിൽ ഒരു ഹൈ വോളറ്റൈലിറ്റിയിലൂടെയാണ് ഇന്ന് മാർക്കറ്റ് നീങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് അതുപോലെ ഫ്യൂച്ചർ എന്നിവ ചെയ്യുന്നവർക്ക് വളരെ ഡിഫിക്കൽട്ടായ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന് എന്ന് പറയണം. കാരണം അമേരിക്കയെ വീണ്ടും ഒരു പഴയ പ്രതാപമുണ്ടായിരുന്നല്ലോ അമേരിക്കയ്ക്ക്. ആ ഒരു പ്രതാപത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രംപ് ഏത് നയവും സ്വീകരിക്കുമെന്ന് അയാളിപ്പോൾ 1-2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി തീരുവ കുറയ്ക്കുമെന്നാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷേ അത് താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് നടപ്പാക്കുക എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ്. അതുകൊണ്ടാണ് സത്യത്തിൽ ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അതായത് ട്രംപിൻ്റെ നയങ്ങൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് ഇന്ത്യക്ക് പ്രതികൂലമാകുമോ എന്നുള്ളൊരു ആശങ്ക സത്യത്തിൽ ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഇന്ന് ഉണ്ടായി എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഫാള് സംഭവിച്ചത്. 22,998 വരെ വന്നു നിഫ്റ്റി. ഇതാണ് 22,976 ലോ ക്രിയേറ്റ് ചെയ്തു. സത്യത്തിൽ നന്നായി പേടിച്ചു. കാരണം 23,000 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ലെവലാണ്. ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ വീണ്ടും നല്ല ഒരു ഫാള് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കേണ്ടി വന്നേനെ. പക്ഷേ ഇവിടുന്ന് ഒരു റിക്കവർ പ്രതീക്ഷിച്ചു. സത്യത്തിൽ ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു BTST ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഇന്ന് തന്നെ പ്രോഫിറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തതായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നാളെ എന്താണ് മാർക്കറ്റിൻ്റെ അവസ്ഥ എന്നുള്ളത് തീർച്ചയായും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ന് വീണ്ടും പഴയ ആ ഒരു നെഗറ്റീവിലേക്ക് തന്നെ വന്നു. പ്രൊമോട്ടർമാരെല്ലാം പണയം വെച്ചിരിക്കുകയാണ്. ഇന്ന് മൊത്തം ഇൻവെസ്റ്റേഴ്സിന് 7.1 ലക്ഷം കോടി രൂപയുടെ നഷ്ടം നേരിട്ടു എന്നാണ് കണക്കാക്കുന്നത്. മാർക്കറ്റ് ഇത്തരത്തിലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ വളരെയധികം അപകടകരമാണ്. കാരണം ഇവിടെ നിന്നും രാവിലെ ഒരു ഫാളിന് ശേഷം റിക്കവറി എന്തൊരു ഫാസ്റ്റിലാണ് റിക്കവറി നടത്തിയത്. നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയൊക്കെ നോക്കൂ. ഇവിടെയൊക്കെ നമുക്ക് അതായത് ഓപ്ഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ഇവിടെ നമുക്ക് നല്ല പ്രോഫിറ്റാണ് ഇന്ന്. നമ്മുടെ ഒരു ക്ലയൻറ്റ് ഇവിടെ നമ്മൾ കൊടുത്ത ട്രേഡിൽ 72K പ്രോഫിറ്റാണ് അദ്ദേഹത്തിന്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. പക്ഷേ മറ്റുള്ള ഓപ്ഷൻ ബയ്യേഴ്സ് മാത്രമല്ലല്ലോ ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഈ ഹോൾഡേഴ്സ് ആയിരിക്കുമല്ലോ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു ഡൗണും അപ്സൈഡും വീണ്ടും ഡൗണൊക്കെ ആകുമ്പോൾ ശരിക്ക് നല്ല ഭയം തന്നെയാണ്. ഏതായിരുന്നാലും ഒരു റിക്കവർ മോഡലാണ് ഉള്ളത്. കാരണം 23,000 എന്നുള്ളത് സപ്പോർട്ട് എടുത്തിട്ടാണ് റിക്കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നാളെ നോക്കാം. ഇന്ന് 320 പോയിൻറ്റിൻ്റെ 320-നും 350ഓളം പോയിൻറ്റ് നെഗറ്റീവിലേക്ക് വന്നിട്ടാണ് ഇപ്പോൾ 320-ൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നലെ കൊടുത്ത ലെവലുകളും ഇന്ന് നമുക്ക് പ്രോഫിറ്റിലായിരിക്കും. നോക്കൂ, നമുക്ക് മോർണിംഗിൽ തന്നെ ഇത് 1 അവർ ടൈം ഫ്രെയിമാണ്. മോർണിംഗിൽ നോക്കൂ, ഇവിടെ നിന്നും ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എടുക്കാൻ കഴിയില്ല. നമുക്ക് ഫസ്റ്റ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് നോക്കേണ്ടത്. നോക്കൂ, ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴെ വന്നു നമുക്ക് ഇതിന് താഴെ 23,270 താഴെയാണ് ഡൗൺ സൈഡിലേക്ക് എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ നിന്ന് തന്നെ നമുക്ക് എൻട്രി ലഭിച്ചു. ഈ ക്യാൻഡിൽ നിന്ന് എൻട്രി ലഭിച്ചു ഇതുവരെ. കാരണം നമുക്ക് നെക്സ്റ്റ് 1 അവർ ടൈം ഫ്രെയിമിലുള്ള എൻട്രിയാണിത്. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. അതൊക്കെ നമ്മൾ തലേ ദിവസത്തെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതുവരെയാണ് കിട്ടിയിട്ടുണ്ടാവുക 130 പോയിൻറ്റോളം നമുക്ക് നിഫ്റ്റിയിൽ ഇന്ന് ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഈ ഒരു ക്യാൻഡിലാണല്ലോ 130ഓളം പോയിൻറ്റിൻ്റെ റാലി നമുക്ക് നിഫ്റ്റിയിൽ ലഭിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഇവിടെ നിന്നും റിട്ടേൺ അടിച്ചു. വീണ്ടും ഇവിടെ നിന്നും
ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. പക്ഷേ ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എടുക്കാനുള്ള ഒരു സാധ്യത ലഭിച്ചിട്ടില്ല. അതേസമയം 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് എടുക്കാനുള്ള സാധ്യത ലഭിച്ചിട്ടില്ല. കാരണം 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ ഇതാണല്ലോ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, നെക്സ്റ്റ് ഇതാണ്. അപ്പോഴേക്കും നമുക്ക് ടൈമായി. പിന്നെ ഇതൊരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീനും ആണ്. അപ്പോൾ നമുക്ക് ഏതായിരുന്നാലും 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയിൽ ഇന്ന് പ്രോഫിറ്റാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് 1 അവർ ടൈം ഫ്രെയിമാണ്. നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. നമുക്ക് ഇത് തന്നെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. ഇവിടെ നിന്നും നമുക്ക് എൻട്രി എടുത്താൽ തന്നെ, ഇനി കുറച്ച് വിട്ടിട്ടൊരു കൺഫ്യൂഷൻ വേണ്ട, ഇവിടുന്ന് എൻട്രി എടുത്താൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കുകയാണെങ്കിൽ തന്നെ 340 ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കുകയാണെങ്കിൽ 550. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും പ്രോഫിറ്റാണ്. 1 അവർ ടൈം ഫ്രെയിമിൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിച്ചിട്ടില്ല. ഓക്കെ, ഇനി സെൻസെക്സിൽ നോക്കുകയാണെങ്കിൽ സെൻസെക്സിലും നോക്കൂ, ഇവിടെ ഈ ഒരു ക്യാൻഡിലിൽ നിന്നാണ്, ഇതാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് വിട്ടിട്ട് ഇവിടെ നിന്ന് എടുത്താലും നോക്കൂ, ഇവിടെ നിന്ന് എടുത്താലും നമുക്ക് ഫസ്റ്റ് 500 പോയിൻറ്റിൻ്റെ നമുക്ക് 550ഓളം പോയിൻറ്റ് റാലി ലഭിച്ചിട്ടുണ്ട്. ഇനി അതേസമയം സെക്കൻഡ് 1 അവർ ടൈം ഫ്രെയിമിൽ നിന്ന് താഴേക്ക് എടുക്കുകയാണെങ്കിലും അതിലും ഇന്ന് സെൻസെക്സിൽ നല്ല പോയിൻ്റാണ്. നോക്കൂ, ഇതാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് എൻട്രി എടുത്താൽ തന്നെ നോക്കൂ 800 പോയിൻറ്റിൻ്റെ 1 അവർ ടൈം ഫ്രെയിം നോക്കിയിട്ട് എടുത്താൽ തന്നെ 800 പോയിൻറ്റ്, 15 മിനിറ്റ്സ് നോക്കി എടുത്താൽ 550ഓളം പോയിൻറ്റ്. ഓക്കെ, ഇന്ന് ഏതായിരുന്നാലും നല്ല പ്രോഫിറ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോ വഴി ഇപ്പോൾ ഞാൻ നോക്കിയിടത്തോളം നമുക്ക് ഈ മാസം സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്ന പേജ് സിസ്റ്റം സോഫ്റ്റ്വെയർ ചെറിയൊരു സിസ്റ്റം ഫോർമാറ്റ് ചെയ്തപ്പോൾ അതെല്ലാം പോയിട്ട് ഇന്നലെ ഞാൻ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഡിറ്റ് ചെയ്യണം വിചാരിച്ചു. ശരി, വേണ്ട, ഇനിയിപ്പോൾ ഏതായിരുന്നാലും ഈ മാസം കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാസം എൻട്രി ലഭിക്കാതിരുന്നിട്ടുള്ളൂ. അതേസമയം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന സംഗതി നമുക്ക് ഈ മാസം അടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് നല്ല പ്രോഫിറ്റാണ്. കിട്ടിയ ദിവസങ്ങളെല്ലാം, എൻട്രി കിട്ടിയ ദിവസങ്ങളിലെല്ലാം പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ ഇനി നമുക്ക് നാളേക്ക് ഏതെല്ലാം രീതിയിൽ എൻട്രി എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. നിങ്ങൾ ട്രേഡിങ്ങിനെ സീരിയസ് ആയി എടുക്കുന്നവർക്ക് ഇത് വളരെയധികം സീരിയസ് ആയി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റോടുകൂടി നീങ്ങാം. കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. ഇനി ഒരു ദിവസമോ 2 ദിവസമോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായാലും ഒരു 30 ദിവസത്തിൽ 20 ട്രേഡിംഗ് ഡേ ലഭിച്ചാലും അതിലൊരു 4-5 സ്റ്റോപ്പ് ലോസ് പോയാലും ഒരു 5 ട്രേഡിംഗ് പ്രോഫിറ്റോടുകൂടി ഇറങ്ങാൻ കഴിഞ്ഞാൽ തന്നെ വലിയ ഒരു റിട്ടേൺ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ 75,650 താഴെ സെൻസെക്സിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അപ്പ് സൈഡിലേക്ക് നമുക്ക് ഇതാണ് ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ചെറിയ ഈ സ്വിങ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് 76,490 മുകളിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ സെൻസെക്സിൽ എൻട്രി എടുത്ത് പോകാം കേട്ടോ. ഓക്കെ, ഇനി 1 അവർ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് അപ്പ് സൈഡിലേക്ക് എടുത്ത് പോകാം. ഓക്കെ, 76,830 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും 1 അവർ ടൈം ഫ്രെയിമിൽ മുകളിലേക്ക് എടുത്ത് പോകാം. 1 അവറിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കുറച്ച് മുകളിലേക്ക് വെക്കേണ്ടതുണ്ട്. 76,990 മുകളിൽ കേട്ടോ. ഓക്കെ, അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത് നമ്മുടെ കറക്റ്റ് സപ്പോർട്ട്, ഇന്നലെ നമ്മൾ 1 അവർ ടൈം ഫ്രെയിമിൽ വരച്ചതാണിത്. കറക്റ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ്, സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ടച്ച് ആയിട്ടില്ല, എന്നിരുന്നാലും കുറച്ച് നമ്മൾ ഇതിന് മുകളിലാണ് വെച്ചിരുന്നത്. ഈ ഒരു സ്വിങ്ങിലാണ് വെച്ചിരുന്നത്. നോക്കൂ, 48,366 ആ റേഞ്ചിലാണ് വെച്ചിരുന്നത്. എന്തായിരുന്നാലും സപ്പോർട്ട് എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് താഴെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഈ സ്വിങ്ങിൽ നിന്ന് ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കാവുന്നതാണ്. 48,310 താഴെ. ഓക്കെ, ഇനി അപ്പ് സൈഡിലേക്ക് നമുക്ക് ഇവിടെ ഇതാണ് ഒരു റെസിസ്റ്റൻസ് ഏരിയ. പക്ഷേ ഇതിന് കുറച്ച് താഴെയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി എടുക്കാനുള്ള സൗകര്യം ഉണ്ട്. ഓക്കെ, എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 48,960 മുകളിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. ഓക്കെ, ഇനി 1 അവറിലേക്ക് മാറ്റുമ്പോൾ ഡൗൺ സൈഡിലേക്ക് 47,910 താഴെ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കുക ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പ് സൈഡിലേക്ക് 49,350 മുകളിലും ബാങ്ക് നിഫ്റ്റിയിൽ അപ്പ് സൈഡിലേക്കും എൻട്രി എടുത്ത് പോകാം. ഇനി നമുക്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ
നിഫ്റ്റിയിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡിലേക്ക് 22,970 താഴെ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ എൻട്രി എടുക്കാൻ പാടൂ. അങ്ങനെ താഴത്തേക്ക് വരികയാണെങ്കിൽ നാളെ 22,700 650 ലെവലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കാരണം ഒരുപാട് സ്റ്റോക്ക് ഹോൾഡേഴ്സൊക്കെ ഉണ്ടാവും, അവരുടെയൊക്കെ നെഞ്ഞിൽ ഇടുത്തിയായിരിക്കും. ഓക്കെ, അപ്പ് സൈഡിലേക്ക് നമുക്ക് ഇവിടെ ഈ ഒരു ചെറിയ ഏരിയയിൽ നിന്ന് എടുത്തു പോകാം. 23,220 മുകളിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ അപ്പ് സൈഡിലേക്ക് എടുത്തു പോകാം. ഇനി 1 അവറിലേക്ക് മാറ്റുമ്പോൾ അപ്പ് സൈഡിലേക്ക് ഈ ഒരു സ്വിങ്ങിൽ നിന്ന് എടുക്കാം 23,300 മുകളിൽ. ഓക്കെ, ഇത് ഇന്നലത്തെ ഒരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പോൾ 23,300 മുകളിൽ അപ്പ് സൈഡിലേക്ക് എടുത്തു പോകാം. ഡൗൺ സൈഡിലേക്ക് ഈ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് താഴത്തേക്ക് വരേണ്ടതുണ്ട്. ഏതായാലും അത്രത്തോളം ഒന്നും ചെറിയൊരു മാറ്റം ഇവിടെയാണ് 22,850 ആ റേഞ്ചിൽ. ഓക്കെ, അത് 15 മിനിറ്റ്സിൽ എടുത്താൽ തന്നെ നമുക്ക് കൃത്യമാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് ചാർട്ടിൽ വരച്ച് കറക്റ്റായിട്ട് കൃത്യസമയത്ത് എൻട്രി എടുത്ത് പോകാൻ ശ്രമിക്കുക. ക്ലോസ് ചെയ്ത് എൻട്രി എടുക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെയും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.